എവല്യൂഷൻ ഓഫ് മൈക്രോ പ്രോസസ്സേഴ്സ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു മൈക്രോ പ്രോസസ്സർ എന്നുള്ളത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മളെ CPU പെർഫോം ചെയ്യണ എല്ലാ കേപ്പബിലിറ്റീസൊക്കെ ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് മൈക്രോ പ്രോസസ്സർ. ഇതിൻ്റെ മെയിൻ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇത് മൾട്ടിപർപ്പസ് ആണ്, പ്രോഗ്രാമബിൾ ആണ്, ക്ലോക്ക് ഡ്രിവൺ ആണ്, അതുപോലെ രജിസ്റ്റർ ബേസ്ഡ് ആണ്. നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഒരു മൈക്രോ പ്രോസസ്സറിനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയുക. അതിൽ ഒന്നെന്താ നോക്കിയാൽ അക്കോർഡിംഗ് ടു ദ ജനറേഷൻസ്, രണ്ടാമത് അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദി മൈക്രോ പ്രോസസ്സർ. നിലവിലിപ്പം ഏകദേശം 5 ടൈപ്പിൽ അല്ലെങ്കിൽ 5 ജനറേഷനിലുള്ള മൈക്രോ പ്രോസസ്സേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഓരോന്നിനും പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ. ഫസ്റ്റ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ 1971 ഇന്റലാണ് ഡെവലപ്പ് ചെയ്തത്. ഈ കണ്ടുപിടുത്തം കമ്പ്യൂട്ടിങ്ങിൽ ഒരു സുപ്രധാന മുന്നേറ്റമായിരുന്നു. ഇതിനെ ഇന്റൽ 4004 എന്ന പേരാണ് കൊടുത്തിരുന്നത്. ഇതൊരു 4 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇതൊരു സിംഗിൾ ചിപ്പിൽ വരുന്ന മൈക്രോ പ്രോസസ്സർ ആയിരുന്നു. അടുത്തതാണ് സെക്കൻഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ. ഇതൊരു 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇൻവെൻറ്റ് ചെയ്തത് 1973. ഇതിൽ ഉപയോഗിച്ചൊരു മൈക്രോ പ്രോസസ്സറാണ് ഇന്റൽ 8008. പിന്നെ അതിൻ്റെ ഇംപ്രൂവ്ഡ് വെർഷനാണ് ഏത് 8088. അടുത്തതാണ് തേർഡ് ജനറേഷൻ മൈക്രോ പ്രോസസ്സേഴ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സാണ്. ഇൻവെൻറ്റഡ് ഇൻ 1978. ഇതിൽ വരുന്നതാണ് ഇന്റലിൻ്റെ 8086, അതുപോലെ സിലോഗ് Z800 ആൻഡ് 80286. ഈ മൈക്രോ പ്രോസസ്സറൊക്കെ ഒരു മിനി കമ്പ്യൂട്ടർ പോലെയാണ് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യണത്. അടുത്തതാണ് ഫോർത്ത് ജനറേഷൻ. ഇതൊരു 32 ബിറ്റ് മൈക്രോ പ്രോസസ്സേഴ്സാണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തത് 1980. ഇതിലെ മോസ്റ്റ് പോപ്പുലറാണ് ഇന്റൽ 80386. അടുത്തതാണ് ഫിഫ്ത്ത് ജനറേഷൻ. ഇത് 64 ബിറ്റാണ്. ഇത് ഇൻവെൻറ്റ് ചെയ്തത് 1995. 80856 ശേഷം ഇന്റൽ കൊണ്ടുവന്ന മറ്റൊരു പ്രോസസ്സറാണ് ഇത് പെൻറ്റിയം പ്രോസസ്സർ. ആ പെൻറ്റിയം പ്രോസസ്സറിന് ശേഷം ഇന്റൽ കൊണ്ടുവന്നതാണ് പെൻറ്റിയം പ്രോ CPU. ഈ പെൻറ്റിയം പ്രോസസ്സർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ പെൻറ്റിയം പ്രോ CPUവിന് ശേഷവും ഒരുപാട് പ്രോസസ്സറുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഡുവൽ കോറ്, ക്വാഡ് കോറ്, ഒക്ടോ കോറ്, അങ്ങനെയാണ്. ഇതൊക്കെയാണ് പെൻറ്റിയത്തിന് ശേഷം വന്ന മൈക്രോ പ്രോസസ്സേഴ്സ്. താങ്ക് യു.